ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ ഉച്ചരിക്കുന്നതും നാണക്കേട് വിചാരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. 2-3 പേർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും, അല്ലെങ്കിൽ ആ ദൈവനാമം ഉച്ചരിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് 2 അന്ധന്മാര് വഴിയരികിലിരുന്ന് ദാവീദുപുത്രനായ യേശുവേ കനിയണമേ എന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജനക്കൂട്ടം അവരെ നിശബ്ദമാക്കാൻ നോക്കി, അവരെ ശകാരിച്ചു. പക്ഷേ ഈ അന്ധരെ കൂടുതൽ തീഷ്ണതയോടെ ദൈവത്തെ വിളിക്കുക ചെയ്ത്, ഉള്ളിൽ വിശ്വാസവും തീഷ്ണമായ സ്നേഹവും നിറഞ്ഞ പിന്നെ അവർക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ദൈവത്തെ മാത്രം നോക്കിയാൽ മതി. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും പറഞ്ഞ് ജനം എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്ത് ചിന്തിക്കുന്നു, ഞാൻ കൈകുപ്പി പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജനം എന്ത് ചിന്തിക്കുന്നു എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. നമ്മൾ നോക്കേണ്ടത് ജനം എന്ത് ചിന്തിക്കുന്നു എന്നല്ല, ദൈവം എന്നെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം. ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ അരികിൽ നിൽക്കുന്നവർ എന്നെ കാണുന്നുണ്ടോ എന്നുള്ളതല്ല, ദൈവം എന്നെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ജനക്കൂട്ടം എന്ത് പറഞ്ഞോട്ടെ, എനിക്ക് ഇത്രയുള്ളൂ, ദൈവം എന്നെ കാണണം. അതായിരുന്നു ആ അന്ധന്മാരുടെ ലക്ഷ്യം. കൂടെ നിൽക്കുന്നവർ അത് ചെയ്തു ഇത് ചെയ്തു നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ദൈവത്തെ നോക്കി നിൽക്കുക. അതിന് പറ്റുന്നുണ്ട്, അതാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോഴാണ് ഉള്ളിൽ യഥാർത്ഥ വിശ്വാസമുള്ള വ്യക്തിയായിട്ട് മാറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പള്ളിമണി മുഴങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലായിരിക്കും, അവിടെ എഴുന്നേറ്റ് നിന്ന് ഒരു വിശ്വാസിയാകാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ പള്ളി കാണുന്ന സമയത്ത് ഒന്ന് കുരിശ് വരച്ചിട്ട് പോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള കൊന്ത ഒന്നെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസം തന്നെയാണ്. ഉള്ളിൽ ആഴമൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാം.